കണ്ണൂർ ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ട. ഇടതിനൊപ്പം കൂട്ടിയ ഒരു കൂട്ടം മനുഷ്യർ. കണ്ണൂരിനെ അങ്ങനെ അടയാളപ്പെടുത്തിയാലും അതിൽ തെറ്റില്ല. ജില്ലയിലെ 71 ഗ്രാമപഞ്ചായത്തുകളിൽ 48 ഇടത്തും ജില്ലാ പഞ്ചായത്തിൽ 18 ഡിവിഷനുകളിലും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 8 ഇടത്തും 8 നഗരസഭകളിൽ 5 ഇടത്തും LDF ആണ് ഭരിക്കുന്നത്. രാഷ്ട്രീയ കേരളത്തിന്റെ ചൂടേറിയ ചർച്ചാ വിഷയങ്ങളിൽ അന്നും ഇന്നും ഇടം പിടിക്കുന്ന കണ്ണൂർ. ഇത്തവണ കണ്ണൂരിനെ ചർച്ചാ വിഷയമാക്കിയത് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളെക്കാൾ ഉപരി വിമത നീക്കങ്ങളായിരുന്നു. കണ്ണൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത സംഭവ വികാസങ്ങൾക്കാണ് കേരളം സാക്ഷിയായത്. തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ പതിവിലുമേറെ ആരോപണങ്ങൾ ഉയർന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് CPIM-നെ സംഘടനാപരമായ നടപടികൾ എടുക്കേണ്ടതും പ്രതിരോധം തീർക്കേണ്ടതുമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. പാർട്ടിക്കുള്ളിൽ ആരോപണങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉണ്ടാകും. CPM-നെ സംബന്ധിച്ച് അത് പരസ്യ പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നത് അപൂർവമായ ഒന്നാണ്. പാർട്ടിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ വിഷയത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടുകളെ തുറന്നെതിർക്കുകയും ഒടുക്കം വർഷങ്ങളോളം നീണ്ട പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം. അത്തരമൊരു സവിശേഷ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയാണ് ജില്ലയിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത്. പയ്യന്നൂരിലെ വിമത സ്വരം അതായിരുന്നു ആദ്യത്തേത്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടന്നുവെന്നായിരുന്നു CPM-നെതിരെ V കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണം. കോടാലിക്കൈകളുടെ സ്ഥാനം എന്നും ചവറ്റുകൊട്ടയിലാണെന്നായിരുന്നു പാർട്ടി സെക്രട്ടറി കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിലെടുത്ത നിലപാട്. അച്ചടക്ക നടപടി നേരിട്ട കുഞ്ഞികൃഷ്ണൻ പിന്നീട് പയ്യന്നൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുന്നിടത്താണ് ആ വിവാദം എത്തി നിൽക്കുന്നത്. പയ്യന്നൂരിലെ സംഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങിവെച്ച പോരാട്ടം, ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മത്സരിക്കേണ്ടത് അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. അപ്പോഴേക്കും അടുത്ത വിവാദവും ഉയർന്നു വന്നു. വിമത സ്വരം തളിപ്പറമ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാണ് മുതിർന്ന നേതാവ് ആരോപണ ശരങ്ങൾ ഉയർത്തിയത്. മണ്ഡലത്തിലെ MLA ആയ MV ഗോവിന്ദൻ കാലാവധി പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ഭാര്യ PK ശ്യാമളയെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TK ഗോവിന്ദൻ ആരോപിച്ചു. തളിപ്പറമ്പിൽ നടന്ന നീതികേടാണ്, പാർട്ടിയുടെ ധാർമ്മികതയ്ക്ക് ചേരാത്തതാണ്, പാർട്ടിയുടെ സംഘടനാ രീതിക്ക് ചേരാത്തതാണ്. പല എതിർപ്പും നടത്തി അവസാനം എതിർക്കാൻ പിന്നെ പരാജയപ്പെട്ടു തോന്നിയ ഘട്ടത്തിൽ തന്നെയാണ് മാഷോട് തന്നെ പറഞ്ഞു, മാഷ എന്നായില്ല, ഈ തീരുമാനത്തിൽ പ്രതിഷേധിക്കാൻ ഞാൻ വേണ്ടി വന്നാൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ട് ഇതിനെ പ്രതിഷേധിക്കും. പിന്നാലെ 6 പതിറ്റാണ്ട് കാലം പാർട്ടിയുടെ സന്തത സഹചാരിയായി നടന്ന CPIM നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. അല്ല, പാർട്ടിക്ക് പുറത്താക്കേണ്ടി വന്നു. ഗോവിന്ദമാഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയും ആ തീരുമാനത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. സമാനമായി പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് G സുധാകരനെ പോലൊരു പ്രമുഖ നേതാവ് പാർട്ടി വിട്ടതും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. കണ്ണൂരിലെ ഈ 2 വിമത സ്വരങ്ങളും പാർട്ടിക്ക് വെല്ലുവിളിയാകും വിധം സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയെന്നത് ശ്രദ്ധേയമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഭരണ തുടർച്ച ലക്ഷ്യം വെച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. 3ാം തവണയും അധികാരത്തിലെത്താനുള്ള പരിശ്രമങ്ങളും ഇത്തരം ആരോപണങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളും പ്രതിരോധ നീക്കങ്ങളും എത്രത്തോളം വിജയം കണ്ടെന്ന് മെയ് 4-ലെ ഫലപ്രഖ്യാപനത്തിൽ അറിയാം.